ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത്, ഞാനീ പറയുന്ന ഒരു വസ്തു എവിടെ വെച്ചാലും അവിടെയൊക്കെ സമ്പത്ത് ഒഴുകും, അല്ലെ പണം ഒഴുകും. അത് ലക്ഷങ്ങളായിട്ട് വർദ്ധിച്ചു വരാം. അപ്പൊ ഈ ഒരു വസ്തു നിങ്ങളത് വെച്ച് നോക്കുക. ഏതായാലും വെച്ച് നോക്കുമ്പം ഞാൻ പറയുന്ന രീതി ഒന്ന് വെച്ച് നോക്കുക. ഏതായാലും നല്ല കാര്യമാണ്, ഒരിക്കലും ദോഷമുണ്ടാകുന്ന കാര്യമല്ല. ചിലപ്പോൾ ഇതായിരിക്കും നിങ്ങൾക്ക് ഗുണമായിട്ട് വരുന്നത്. നിങ്ങൾ ആ വെക്കുന്നത് ശരിയായിട്ട് ഒരു മന്ത്രം കൂടെ പറയുന്നുണ്ട്. അത് നിങ്ങൾക്കത് നിങ്ങളുടെ ആ ജീവിതവുമായിട്ട് അല്ലെ നിങ്ങളുടെ കർമ്മവുമായിട്ട് അത് കണക്റ്റ് ആകുകയാണെങ്കിൽ ചിലപ്പോൾ ഇതായിരിക്കും നിങ്ങൾ ക്ലിക്ക് ആകുന്നത്, അല്ലെ ഇതായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത്. ഇപ്പം എല്ലാവർക്കും എല്ലാം ശരിയാകണമെന്നില്ല, പക്ഷെ ചിലർക്ക് ചിലപ്പം ചിലത് ശരിയാവും. ചെയ്ത് നോക്കുന്ന തെറ്റില്ല, നല്ല കാര്യമാണ്, ഗുണം മാത്രം ഉണ്ടാകുന്ന കാര്യമാണ്. അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ഞാൻ പറയുന്നുള്ളൂ. പക്ഷെ ഇത് ചെയ്തവർക്ക്, ശരിയായിട്ട് ചെയ്തവർക്ക് ഫലം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. അപ്പം ഈ ഒരു വസ്തു നിങ്ങളത് വെച്ച് നോക്കുക. നമുക്ക് 1 രൂപ ചെലവ്, നമുക്ക് വലിയ ചെലവില്ലാത്ത കാര്യമാണ്, നിസ്സാരമായിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ അത് എവിടെ നിങ്ങൾക്ക് വീട്ടിൽ വെക്കാം, ഓഫീസിൽ വെക്കാം, എവിടെ വേണേലും വെക്കാം, അടുക്കള വെക്കാം, അല്ലാത്തടത്ത് വെക്കാം, എല്ലായിടത്തും വെക്കാം. അപാരമായ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകുന്ന ഒരു രഹസ്യ വിദ്യയാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഇത് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞു തരുന്നത്. ഭഗവാന്റെ പാദം തൊട്ടാണ് പറയുന്നത്, സത്യസന്ധമായിട്ട് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞു തരുന്നത്. നിങ്ങളും അതുപോലെ ചെയ്താൽ നിങ്ങൾക്കും അത് അനുഭവമാകും. അതുപോലെ ചെയ്തില്ലെങ്കിൽ അനുഭവം ആകണമെന്നുമില്ല. പിന്നെ ചിലർക്ക് ചിലപ്പോൾ ഇത് പെട്ടെന്ന് ഫലം കിട്ടാം. അപ്പോൾ അത് നിങ്ങളുടെ ആവശ്യം പോലെ ചെയ്യുക. ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയാം. എനിക്ക് കൊട്ടിയൂരിൽ നിന്ന് ഒരാൾ കൊണ്ടു തന്നതാണ് ഇത്. എനിക്ക് വളരെ സന്തോഷം, ഒരുപാട് സന്തോഷം തോന്നി. ശിവഭഗവാന്റെ ഇത് കൊട്ടിയൂരിൽ നിന്ന് എനിക്ക് ഇവിടെ കൊണ്ടു തന്നതാണ്. അവർ പത്തനംതിട്ടയിലാണ്. അതിവിടെ വന്ന് എന്നെ ഓഫീസ് അടച്ചിട്ടേക്കോ ആയിരിക്കുമല്ലോ, അറിയാമല്ലോ. പിന്നെ ഞാൻ ഫോൺ വിളിച്ചാൽ കിട്ടത്തുമില്ല, കാരണം അത്യാവശ്യ വർക്കുകളുണ്ട്. അതുകൊണ്ട് എനിക്ക് എടുക്കാനും പറ്റിയില്ല. അവർ അടുത്തുള്ളൊരു കടയെ ഏൽപ്പിച്ചിട്ട് പോയി. ഞാൻ പിന്നെ ആ നമ്പറിൽ അവരെ വിളിച്ചു, നന്ദി പറഞ്ഞു. എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമായി ശിവഭഗവാന്റെ ഇത് തന്നത്. ശിവഭഗവാനും ശൂലം കൊട്ടിയൂരിൽ നിന്ന് അവർ പോയപ്പോൾ മേടിച്ചോണ്ട് വന്നതാണ്. പിന്നെ പ്രസാദം എല്ലാം കൊണ്ട് വെച്ചിട്ടുണ്ട്. അടുത്തുള്ള കടയിൽ ഏൽപ്പിച്ച് ഞാൻ അവിടുന്ന് വാങ്ങുമായിരുന്നു. ഒരുപാട് സന്തോഷം എനിക്ക് ഉണ്ട് അത്. കാരണം ഞാൻ ആ ഭഗവാന്റെ ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അത് മുരുകൻ്റെ ആണെങ്കിലും ശിവന്റെ ആണെങ്കിലും അഗസ്ത്യരുടെ ആണെങ്കിലും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അതെനിക്ക് തന്നതിൽ ഒരുപാട് നന്ദി, സന്തോഷം അറിയിക്കുന്നു. അതോടൊപ്പം ഇതുപോലെ എനിക്ക് ചിലപ്പോൾ ഈ കൊട്ടിയൂരിൽ നിന്ന് മിക്കവാറും എനിക്ക് പ്രസാദങ്ങളൊക്കെ പോകുന്നവർ ഇവിടെ കൊണ്ട് തരാറുണ്ട്. അത് അയച്ചും തരാറുണ്ട്. പിന്നെ പളനിയിൽ നിന്ന് പ്രസാദം പോകുന്നവർ കൊണ്ടുവരാറുണ്ട്. പിന്നെ അവിടെ ചില സിദ്ധന്മാരുടെ സമാധിയിൽ നിന്ന് വിഭൂതികളും ഒക്കെ കിട്ടാറുണ്ട്. അതുപോലെ കേദാർനാഥിൽ നിന്നും ശിവഭഗവാന്റെ വിശേഷപ്പെട്ട ചില കാര്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ കുംഭമേളയ്ക്ക് ശിവലിംഗത്തെ ഇട്ട രുദ്രാക്ഷമാല എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഓരോരുത്തർ പോകുന്നവർ കൊണ്ട് തരുന്നതാണ്. കാശിയിൽ നിന്ന് രുദ്രാക്ഷമാലയും, കാശിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പോകുന്നവർ കൊണ്ടുവരും ഒക്കെ ഓരോരുത്തർ കൊണ്ട് തരാറുണ്ട്. ഇതെല്ലാം ഭഗവാന്റെയും ഗുരുക്കന്മാരുടെയും ഒക്കെ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങൾ തന്നെ അതെല്ലാം. പിന്നെ ഇതൊന്നും ആരോടും പറഞ്ഞു വിട്ടിട്ട് കൊണ്ടുവരുന്നതല്ല, കണ്ടു, ഞാൻ അറിയാതെ കൊണ്ടുവരുന്നതാണ്. പക്ഷെ എങ്കിലും ഞാൻ ഭഗവാന്റെ ഒരു ഗിഫ്റ്റായിട്ട് ഞാൻ വിചാരിക്കുന്നു. പിന്നെ കാമാഖ്യെന്ന് നമ്മുടെ ഒരു പ്രിയപ്പെട്ട ഒരു ഡോക്ടർ ഈയിടെ രുദ്രാക്ഷമാല കൊണ്ടുവന്നു. ഏറ്റവും സന്തോഷം ഉള്ള കാര്യമായിരുന്നു. പിന്നെ കരുമാത്രയിൽ നിന്ന് മിക്കവാറും എല്ലാ വർഷവും ഇട്ടിയച്ഛൻ്റെ അവിടുന്ന് എനിക്ക് പ്രസാദം കിട്ടാറുണ്ട്. അത് ഒരാൾ കൊണ്ടു തരുന്നത്. പക്ഷേ ഈ പ്രാവശ്യം അത് കാണത്തില്ല, കാരണം പുള്ളി യൂറോപ്പിന് പോയി. എങ്കിലും അത് കിട്ടിയതിനെല്ലാം സന്തോഷം. പിന്നെ മൂകാംബികയിൽ നിന്ന് പോകുന്നൊരു പ്രസാദം കൊണ്ടുവരാറുണ്ട്. അപ്പം ഇതെല്ലാം ഭഗവാന്റെ ഒരു കൃപയായിട്ട് ഞാൻ വിചാരിക്കുന്നു. എല്ലാത്തിനും ഈശ്വരനും നന്ദി മഹത്വം, പരമേശ്വരനും പരമേശ്വരിക്കും നന്ദി മഹത്വം, മുരുകനും നന്ദി മഹത്വം, അഗസ്ത്യർക്കും നന്ദി മഹത്വം, എല്ലാവർക്കും പറയുന്നു. ഇതെല്ലാം ഈശ്വരീയമായ ചില വൈബ്രേഷൻസ്, അല്ലെ ചിന്തകൾ നമ്മളിൽ ഉള്ളതുകൊണ്ടാണ് നമ്മളിലേക്ക് വരുന്നത്. നമ്മുടെ മനസ്സിൽ അതേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പോയില്ലേ പോലും ഇതുപോലെ പല ഭാഗത്തു നിന്നും പല വിശിഷ്ടമായ വിഭൂതികളും പല കാര്യങ്ങളും ഇതുപോലെ നമ്മളിലേക്ക് എത്തുന്നത്. എല്ലാത്തിനും നന്ദി. നിങ്ങളോട് ആ സന്തോഷം ഞാൻ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാ ജ്യോതിഷ, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് ചെയ്യുന്നത്. താല്പര്യമുള്ളവർ
വാട്സാപ്പിൽ ഇടുക. ഞാൻ ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ ചെയ്യും. അത് കേട്ടിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ട് ചെയ്യാല്ലേ ചെയ്യാതിരിക്കുക. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. കാരണം വാട്സാപ്പിലെ വർക്ക് സമയത്തിന് തീരുന്നില്ല. അതുകൊണ്ടാണ്. ചെയ്തു തരുന്ന ആത്മാർത്ഥമായിട്ടേ ചെയ്യത്തുള്ളൂ. അവരുടെ ജീവിതത്തിൽ എന്നും പ്രയോജനം ചെയ്യും. പിന്നെ ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, എവരിത്തിങ് ഞാൻ പറഞ്ഞു തരും. എനിക്കറിയാം നല്ല നല്ല കാര്യങ്ങളും പറഞ്ഞു തരും. പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ലെന്ന് അറിയാമല്ലോ. കാരണം വർക്കുകൾ തന്നെ സമയത്തിന് തീരുന്നില്ല. നേരിട്ട് വന്നാലും മിക്കവാറും കാണാൻ പറ്റത്തില്ല. കാരണം പലപ്പോഴും തിരക്കിലാണ്. അതുകൊണ്ട് തന്നെയാണ്. ഇപ്പം ഇത് പറഞ്ഞതേ ഉള്ളൂ. ഇനി വീഡിയോയിലേക്ക് വരാം. അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം. പ്രയോജനം കിട്ടുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഈ സംഖ്യാജ്യോതിഷത്തെക്കുറിച്ച് നിങ്ങൾ പരീക്ഷിച്ച് നോക്കി. മനസ്സിലായില്ലേ? ഒരു കാര്യം പറഞ്ഞുതരാം. 6, 15, 24 ഈ തീയതികളിലാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ, ഒരു ഉദാഹരണം, ജസ്റ്റ് ഒരു സാമ്പിൾ കാര്യം പറഞ്ഞു തരുന്നത്. അതായത് 6, 15, 24 തീയതികളാണ് നിങ്ങൾ ജനിച്ചെങ്കിൽ, മാസം ഏതും ആയിക്കോട്ടെ, നിങ്ങൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നിങ്ങൾ ജനിച്ച മാസത്തിൻ്റെ 3-ാമത്തെ മാസമോ 7-ാമത്തെ മാസമോ 10-ാമത്തെ മാസമോ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ നല്ലൊരു ചുറ്റി പിടിക്കുന്നു, നല്ലതായിട്ട് വരും. ഈ 4-ാമത്തെ മാസമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പ്രശ്നമായിട്ട് വരാം. രഹസ്യമാണ് പറഞ്ഞിരുന്നത്. പിന്നെ ഈ 6, 15, 24 ജനിച്ചവർക്ക് 6, 15, 24, 3, 12, 21 ഈ തീയതികളൊക്കെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താം. 8, 17, 26 ഈ തീയതികളിലുള്ള ഏതൊരു കാര്യങ്ങളും ശ്രദ്ധിക്കണം. എന്നുവെച്ചാൽ 8, 17, 26 നല്ല കാര്യങ്ങൾ നടക്കത്തില്ല എന്നതിന് അർത്ഥമില്ല. പക്ഷെ എങ്കിലും ശ്രദ്ധിക്കുക. ചിലപ്പോൾ നല്ല കാര്യങ്ങൾ നടക്കാം, എങ്കിലും ഏറിയ പങ്കും ശ്രദ്ധിക്കുക. അതുപോലെ 8-ാം തീയതി വരുന്ന, അല്ലെ 8, 17, 26 ഇത് ഏതെങ്കിലും ഒരു തീയതി വരുന്ന ദിവസങ്ങളിൽ പുതിയൊരു പ്രസ്ഥാനം തുടങ്ങുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ അത് ഒരു പച്ച പിടിച്ച് വരാൻ ഒരു ചിലപ്പോൾ ലോങ് ടൈം എടുക്കും. ഇവർക്ക് ഏറ്റവും ഭാഗ്യം നൽകുന്നത് 6, 15, 24 തീയതികൾ നല്ലതാണ്. അതുപോലെ 4, 13, 22, 31 ഈ തീയതികളും ഇവർക്ക് ഗുണം ചെയ്യും. ഇനി ഇവർക്ക് ഒരു രഹസ്യം പറഞ്ഞുതരാം. ബുധനാഴ്ചകൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താം. അതുപോലെ തന്നെ 5, 14, 23 ഈ വരുന്ന തീയതികളും ഇവർക്ക് പല കാര്യങ്ങൾക്കും പ്രയോജനപ്പെടുത്താം. നിങ്ങൾക്ക് ഇത് ചിലപ്പോൾ ഉപകാരപ്പെടും. ഞാനൊരു ചെറിയ സംഭവം പറഞ്ഞു തന്നെ. ഇതാണ് എൻ്റെ സംഖ്യാജ്യോതിഷം. കൃത്യം അത് പ്രയോജനപ്പെടും. അതിനകത്തൊക്കെ ചില കാര്യങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾ ഒരു ഭൂമി മേടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. നിങ്ങൾ 6, 15, 24 ജനിച്ചവനാ. ഭൂമി മേടിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് നടക്കുന്നില്ല. നിങ്ങൾ ആ ഭൂമി സംബന്ധമായ കാര്യം, ഭൂമി ആണെങ്കിൽ ഒന്നുകിൽ 3, 12, 21 അല്ലെ 5, 14, 23 ഇതിലേതെങ്കിലും ഒരു തീയതികളിൽ അതിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക. ബുധനാഴ്ചകളും പ്രയോജനപ്പെടുത്തുക. ആ കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരാം. നിങ്ങളൊരു ചിട്ടി പിടിക്കുന്നു, ചിട്ടി നമ്പർ 4 വരുന്ന രീതിയിൽ നല്ലതാണ്. ഇങ്ങനെ ചില രഹസ്യങ്ങളുണ്ട്. അതുപോലെ 6, 15, 24 ജനിച്ചവർക്ക് 4, 13, 22, 31 ജനിച്ചവരുമായിട്ട് ഭയങ്കര എപ്പോഴും സൗഹൃദം കാണുമെന്നുള്ളതാണ്. ഇതൊക്കെ ചില സാമ്പിൾ പഠിക്കട്ട, ഇതൊന്നും അല്ല. ഈ ഒരുപാട് രഹസ്യങ്ങളുണ്ട് ഇതുപോലെ. ഇത് അറിഞ്ഞാൽ ചിലപ്പോൾ ജീവിതത്തിൽ ഇപ്പോൾ ഒരു പ്രസ്ഥാനം തുടങ്ങുന്ന ഒരാൾക്ക് അയാൾക്ക് ആ തീയതി പ്രയോജനപ്പെടുത്തിയ ഗുണം വരും. അതുപോലെ ചില തീയതികൾ ഒഴിവാക്കിയാൽ അവർക്ക് ഗുണം വരും. പല കാര്യത്തിനും ഒരു കാര്യം സാധിക്കാൻ വേണ്ടി പലതവണ സാധിക്കുന്നില്ല. അപ്പം ഈ തീയതികൾ ഏതെങ്കിലും പ്രയോജനപ്പെടുത്തിയാൽ അത് ഗുണം വരും. ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ പല കാര്യങ്ങളും നേടിയെടുക്കുന്ന ആളുകളുണ്ട്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പോൾ വിഷയത്തിലേക്ക് വരാം. ഇതിനു വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ 1, 10, 19, 28 ഈ തീയതികളിൽ ജനിച്ചവരെ 7, 16, 25 ഈ തീയതികളിൽ ഏതൊരു കാര്യങ്ങളും ശ്രദ്ധിക്കണം. കൂട്ടിയാൽ 7 കിട്ടുന്ന വയസ്സുകളും ശ്രദ്ധിക്കണം. അവർക്ക് 1, 10, 19, 28 പ്രയോജനപ്പെടുത്താം. 4, 13, 22, 31 ഈ തീയതികളും പ്രയോജനപ്പെടുത്താം. കൂട്ടിയാൽ 1 വരുന്ന വയസ്സുകളും കൂട്ടിയാൽ 4 വരുന്ന വയസ്സുകളും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താം. 7 വരുന്ന വയസ്സുകളിൽ ഇച്ഛ, ഇമ്മ, ഇപ്പ, ഇണ്ണ ചിലപ്പോൾ വരയ്ക്കാം. എല്ലാവർക്കും അങ്ങനെ വരണോ നിർബന്ധമില്ല. ജനിച്ച സമയം വെച്ചിട്ട് വ്യത്യാസം വരും. എങ്കിലും അപ്പോൾ അതിനെന്ത് ചെയ്യണം? ആ വയസ്സുകൾക്ക് തുടങ്ങുന്നതിന് ഒരു 3 മാസം 6 മാസം മുമ്പ് തുടങ്ങി ശിവഭഗവാന് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും കൂവളത്തിലെ അർച്ചനയും ഭാഗ്യസുക്ത പുഷ്പാഞ്ജലിയും നെയ്യും അല്ലെ നെയ്വിളക്കം സമർപ്പിക്കുക. ഒരു കുഴപ്പമില്ല. ഏറ്റവും നേട്ടം ഉണ്ടാക്കാൻ പറ്റും.
ഇതാണ് ജ്യോതിഷം. ഇതാണ് അല്ലാതെ നമ്മൾ കുറേ നാളുകൾ അത് ഇത് പറയുന്നതല്ല. ജീവിതം എങ്ങനെ മാറ്റം വരുത്താം, ജീവിതത്തിൽ എങ്ങനെ നഷ്ടങ്ങൾ ഒഴിവാക്കാം, ഇതറിയുന്നതാണ് അതിൻ്റെ പ്രായോഗികത. അതിനുവേണ്ടിയാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് തന്നെ അതാണ്, അതിൻ്റെ ലക്ഷ്യം തന്നെ അതാണ്, മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി. അപ്പം ഞാനൊരു ചെറിയ സിമ്പിൾ കാര്യം പറഞ്ഞതേ ഉള്ളൂ. അത് അപ്പം ഇത് പരീക്ഷിച്ച് നോക്കുന്നവർ അല്ലെങ്കിൽ ഇത് നിരീക്ഷിക്കുന്നവർക്ക് മനസ്സിലാകും എത്രമാത്രം ശരിയാണെന്നുള്ളത്. അതുപോലെ 5/5/14/23 ഈ തീയതികളിൽ ജനിച്ചവർ ശ്രമിച്ചാൽ, കുട്ടികളൊക്കെ ആണെങ്കിൽ 23-ാമത്തെ വയസ്സിൽ ശമ്പളം മേടിക്കാൻ പറ്റും. ശ്രമിക്കുകയും വേണം, ദൈവാധീനം കൂടെ ഉണ്ടെങ്കിൽ. ഉഴപ്പൊന്നും ആണെ പറ്റത്തില്ല. ഇപ്പോൾ ഒരു 19 വയസ്സ് തൊട്ട് ദേവാലയങ്ങളിൽ പോകുന്നു, നല്ല വഴിപാടുകൾ ചെയ്യുന്നു, പരിശ്രമിക്കുന്നെങ്കിൽ 23-ാമത്തെ വയസ്സിൽ തൊട്ട് 23-ാമത്തെ വയസ്സിൽ തന്നെ നല്ല പൊസിഷനിൽ എത്താൻ സാധിക്കും. 24-25 കൂടി ചിലപ്പോൾ കല്യാണം നടക്കും, ചിലപ്പോൾ 24 തന്നെ നടക്കും. ഈ 5ൻ്റെ ഒരു രഹസ്യം അങ്ങനെ, വളരെ ചെറുപ്പത്തിലെ ചിലപ്പോൾ വിവാഹം നടക്കും, നല്ല ജോലി കിട്ടും, ബുധസ്വാധീനമാണ് അത്. 19 തൊട്ട് ദൈവാധീനത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം, അതുപോലെ പരിശ്രമിക്കുകയും ചെയ്താൽ വളരെ ഇയർലി തന്നെ ജീവിതത്തിൽ സെറ്റിലാവും. വളരെ ഇയർലി ടൈമിൽ തന്നെ ജീവിതത്തിൽ, വളരെ ചെറുപ്പത്തിൽ തന്നെ ജീവിതത്തിൽ സെറ്റിലാവും. അതാണ് ഈ 5ൻ്റെ ഒരു ഗുണം. അത് പ്രയോജനപ്പെടുത്തുന്നവന് അത് ഉപകാരമാണ്, ഇത് പ്രയോജനപ്പെടുത്താത്തവന് ഒരു ഗുണമില്ല, തെക്കുവട കണക്കും, അല്ലെങ്കിൽ ഒരു പണിയില്ല കണക്കും. ഇത് അറിഞ്ഞ് പ്രയോജനപ്പെടുത്താനുള്ള അറിവുകളാണിത്. അത് അവനവൻ അനുഭവത്തിൽ പ്രയോജനപ്പെടുത്തുന്നവന് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവും. അതിനുവേണ്ടിയാണ് പറഞ്ഞു തരുന്നത്. അല്ലാതെ ഇതിപ്പം നിർബന്ധമൊന്നുമില്ല അങ്ങനെ ആയിത്തീരണമെന്നൊന്നും. ആര് അത് പ്രയോജനപ്പെടുത്തുന്നോ, ആ ടൈമിങ്, ആ ഈശ്വരാധീനം കൊണ്ട് പ്രയോജനപ്പെടുന്നോ, അവർക്ക് ഏറ്റവും ടോപ്പിലെത്താൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഈ പല മക്കളും അല്ലെ പല കുട്ടികളും പലപ്പോഴും അവരുടെ തൊഴിൽ മേഖല തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ സൂര്യന് 10-ാം ഭാവമായിട്ട് ബന്ധമൊക്കെ വന്നാൽ നേഴ്സിംഗ് നല്ലതാണ്. പക്ഷെ സൂര്യന് പാപയോഗമോ മറ്റു ഒന്നിലധികം പാപന്മാരുടെ യോഗങ്ങളോ അനിഷ്ടാധിപന്മാരുടെ യോഗങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ തടസ്സം വരും. നേഴ്സിങ്ങിന് പോയാലും അവിടെ പിടിച്ചു നിൽക്കാനും ഒക്കെ തടസ്സം വരാം എന്ന് കരുതി അത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്നല്ല. അതിന് ഭദ്രകാളിക്ക് വെള്ളിയാഴ്ച രക്തപുഷ്പാഞ്ജലി, അതുപോലെ ഗുരുതി പുഷ്പാഞ്ജലി, അത് 100 രൂപയുടെ ഉണ്ട്. ഗുരുതി പുഷ്പാഞ്ജലി, രക്തപുഷ്പാഞ്ജലി, ചുമന്ന പൂക്കൾ കൊണ്ടുള്ള മാല, ഇത് ചെയ്താൽ മതി, ഏത് തടസ്സവും മാറിക്കിട്ടും. ഒന്നിന്ന് നമ്മൾ ഇട്ടേച്ച് പോരുകയല്ല, പുറകോട്ട് പോരുകയല്ല, നമ്മൾ അതിന് വേണ്ട പരിഹാരം ചെയ്ത് അതിനെ അതിജീവിക്കുമ്പോഴാണ് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നത്. നമ്മൾ ഏതിന് പെട്ടെന്ന് കിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സേഫായിട്ട് നമുക്ക് തോന്നും, പക്ഷെ അവർക്ക് ഒരിടത്തും വിജയിക്കാൻ പറ്റില്ല. നമ്മൾ അതിനെ അതിജീവിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ജീവിതത്തിൽ മാറുന്നത്. പിന്മാറുന്നതിലല്ല, മുന്നോട്ട് പോകുന്നതല്ല ജീവിതം. മുന്നോട്ട് പോകുന്നവരുടെ കൂടെ ജീവിതം ഉള്ളത്. അപ്പം ഞാൻ ചില രഹസ്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ഇതൊക്കെയാണ് ജ്യോതിഷം അല്ലെ കൈരേഖ അല്ലെ സംഖ്യാജ്യോതിഷം ഒക്കെ കൊണ്ടുള്ള പ്രയോജനങ്ങൾ. ഇനി നിങ്ങൾ പെട്ടെന്നൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഇപ്പം ഞാനത് പെട്ടെന്നങ്ങ് പറയുന്നത്, ഓർത്തുകൊണ്ട് പറയുന്നത്, അത് വരച്ചിട്ടൊന്നുമില്ല. പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും പുരുഷന്മാരുടെ വലത് കൈ, സ്ത്രീയുടെ ഇടത് കൈ, ഞാൻ ഈ കാണിക്കുന്ന വലത് കൈയാ. ചിലപ്പോൾ ക്യാമറയിൽ ഇടത് കൈയായിട്ട് കാണുന്ന തോന്നുക, പക്ഷെ വലത് കൈ തന്നെയാണ് കാണിക്കുന്നത്. പുരുഷന്മാരുടെ വലത് കൈ മോതിരവിരൽ, സ്ത്രീകളുടെ ഇടത് കൈ മോതിരവിരൽ. ഈ മോതിരവിരലിന് താഴെ 2 രേഖ ചേർന്ന് കാണുക, അല്ലെ 2 രേഖ കുറുകെ കാണുക, അല്ലെ ഒന്നിലധികം രേഖകൾ അടുത്ത് കാണുക, അല്ലെങ്കിൽ അതിന് കുറുകെ തിരശ്ചീനമായിട്ട് രേഖ കാണുക. ഇതൊക്കെ ഉണ്ടെങ്കിൽ തൊഴിൽ തടസ്സം, ഒരു തൊഴിൽ തിരഞ്ഞെടുക്കാൻ തടസ്സം. ഇപ്പം പഠിച്ച തൊഴിൽ കിട്ടണമെന്നില്ല. ഒരു കുട്ടികളൊക്കെയാണ് പഠിക്കുമ്പോൾ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നത് കൺഫ്യൂസിങ് ആയിട്ടായിരിക്കും. അവർ തിരഞ്ഞെടുക്കുന്ന കോഴ്സ് കൊണ്ട് അവർക്ക് ചിലപ്പോൾ ജോലി കിട്ടണമെന്നില്ല. പഠിച്ച മേഖല എല്ലാ ജോലി കണ്ടുവരാം, സാമ്പത്തികമായിട്ടൊരു തടസ്സങ്ങൾ വരാം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാകാം. പക്ഷെ എന്ന് കരുതി അത് അനുഭവിക്കണമെന്ന് നിർബന്ധമില്ല. ഇത് ജനിക്കുമ്പോൾ തൊട്ടേ ഈ രേഖ ഇങ്ങനെ കാണും. അപ്പം നമ്മളത് മനസ്സിലാക്കി അതിനു മുമ്പേ തൊട്ട് ആ തടസ്സങ്ങൾ മാറാൻ വേണ്ടി പക്കനാളിന് ശിവന് കരിക്കഭിഷേകം, കൂവളത്തിലെ അർച്ചന, മൃത്യുഞ്ജയ അർച്ചന, പാൽപ്പായസം, പിൻവിളക്ക്, നെയ്വിളക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഭദ്രകാളിക്ക് വെള്ളിയാഴ്ച ചുവന്ന പൂക്കളും വെള്ളപ്പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുക. ഭാഗ്യസുപ്ത പുഷ്പാഞ്ജലിയും കടുംബായസവും ചെയ്യുക. ഇത് വെള്ളിയാഴ്ചകൾ ആവർത്തിക്കുക. മലയാള മാസം ആദ്യ വെള്ളിയാഴ്ചയുടെ കൂടെ രക്തപുഷ്പാഞ്ജലിയും കൊടുക്കുക. രാവിലെ ഒരു ഗണപതി ഹോമം, വൈകിട്ടൊരു ഭഗവതി സേവയും, പക്കനാൾ 3 മാസത്തിൽ 1 വീതം കൊടുക്കുക. ഒരു കുഴപ്പമില്ല. ഏറ്റവും ടോപ്പിൽ വരും, ഏറ്റവും മിടുക്കന്മാരും ആകും. ഇതൊക്കെ ചില കാര്യങ്ങളാണ്, അനുഭവത്തിൽ എന്ന് പറയുന്ന കാര്യങ്ങളാണ്. അത് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഞാൻ വീഡിയോയിലേക്ക് വരാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. ഇപ്പം ആ വസ്തുവിനെ, ഏത് വസ്തുവാണ് വെച്ചാൽ അവിടേക്ക് പണം വരും എന്നുള്ള പറഞ്ഞുതരാം.
അപ്പോൾ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുക. ഇത് ചെയ്തിട്ട് ഇതിൻ്റെ ഫലം കിട്ടി തുടങ്ങുമ്പോൾ ആരോടും മിണ്ടരുത്. അല്ല ഞാൻ അത് ചെയ്തു എനിക്ക് പൈസ വന്നു, ഇത് ചെയ്തു പൈസ വന്നു. വേണമെങ്കിൽ ഇപ്പം എന്നോട് പറയാം, കാരണം ഞാൻ ഗുരുസ്ഥാനത്തൊരു വിദ്യ പറഞ്ഞു തരുന്ന ആളാണ്. വേറെ ആരോടും ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു എനിക്ക് കാശ് വന്നു അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫലം പോകും. ഇതൊക്കെ മനസ്സടക്കം വേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾ എവിടെ ഇരുന്നാലും നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ വീടാണെന്ന് വിചാരിച്ചു, വീടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അടുക്കളയിൽ പടിഞ്ഞാറ് ദിക്കിലോ കിഴക്ക് ദിക്കിലോ ഏതെങ്കിലും ഒരു ദിക്കിൽ ചെയ്യാം. ഒരു ഡപ്പി എടുക്കുക, ആ ഡപ്പിക്കകത്ത് മഞ്ഞൾപ്പൊടി ഇടുക, മഞ്ഞൾപ്പൊടി, എന്നിട്ട് ഡപ്പി അടയ്ക്കുക. മഞ്ഞൾപ്പൊടി എന്ന് പറഞ്ഞാൽ കടയിൽ നിന്ന് മേടിക്കുന്ന മഞ്ഞൾപ്പൊടി, അതിപ്പോൾ ശുദ്ധമാണോ ശുദ്ധമല്ല എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. പക്ഷെ ചെയ്തവർക്ക് ഫലം കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. കടയിൽ നിന്ന് മേടിക്കുന്ന മഞ്ഞൾപ്പൊടി, ഇതിനുവേണ്ടി മഞ്ഞൾ പൊടി ശുദ്ധമൊക്കെ അന്വേഷിച്ച് പോയപ്പം കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ കടയിൽ നിന്ന് മേടിക്കുന്ന മഞ്ഞൾപ്പൊടി കൊണ്ട് ചെയ്തവർക്ക് ഫലം കിട്ടിയിട്ടുണ്ട്. അത് ആവശ്യമുണ്ട് ചെയ്യുക. ഈ മഞ്ഞൾപ്പൊടി ചെറിയൊരു ഡപ്പിക്കകത്തിട്ട് അടച്ച ശേഷം രാവിലെ നിങ്ങൾ കുളിക്കാൻ പോകുന്നതിന് മുമ്പല്ല, കുളി കഴിഞ്ഞ് വന്നാൽ ഉടനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. കുളി കഴിഞ്ഞ് വന്നാൽ ഉടനെ നിങ്ങൾ ഈ മഞ്ഞൾപ്പൊടിയുടെ ഡപ്പി കയ്യിൽ പിടിച്ച് ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ, ഹ്രീം എന്നുള്ള ഹായ, ഒന്നുകൂടെ പറയാം, കായല്ല ഹ, ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ, ഈ മന്ത്രം വാഗുകൊണ്ട് ജപിക്കുക. ഒരു 3 തവണ ജപിച്ചിട്ട് മഹാലക്ഷ്മി അമ്മ എനിക്ക് സമ്പത്ത് നൽകണേ, അമ്മേ എല്ലാ അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഇന്ന് ഇത്രയും മനസ്സിൽ പറഞ്ഞിട്ട് അവിടെ വയ്ക്കുക. നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് പണം വരുമെന്നുള്ളതാണ് അനുഭവങ്ങൾ, നിങ്ങളെ വിശ്വാസത്തോട് ചെയ്താൽ. കാരണം സംഭവം ഞാൻ ചെയ്തു, എനിക്കൊരനുഭവം ഉണ്ടായി, പലരും ചെയ്തു, അവർക്കും അനുഭവം ഉണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഇതിൽ കൂടുതൽ പറയാൻ പറ്റത്തില്ല. ആവശ്യമുള്ളവർ പ്രയോജനപ്പെടുത്തിക്കോളും, അത്രയേ ഉള്ളൂ. പൈസ പല വഴിയും വരും, സത്യമാണ്. അങ്ങനെയുള്ള കാര്യം ഞാൻ പറയത്തുള്ളൂ. ഇത് നിങ്ങൾ ചിലപ്പോൾ ഒരു തവണ ചെയ്യുമ്പോൾ ക്ലിക്ക് ആകണമെന്നല്ല, ദിവസവും ചെയ്യുക, വിശ്വാസത്തോടെ ചെയ്താൽ ഫലമാവും. ഇത് നിങ്ങൾക്ക് ഓഫീസ് ഉണ്ടെന്ന് വെച്ചോ, ഓഫീസിൽ വെക്കാം. അല്ല നിങ്ങൾ ഇരിക്കുന്ന മുറിയിൽ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ ചെറിയ ഡപ്പിക്കകത്ത് വെക്കാം. ദിവസവും രാവിലെ അത് കുളി കഴിഞ്ഞ് വന്നവരെ കൈകൊണ്ട് ആ ഡപ്പി എടുത്തിട്ട് അതിനകത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ ഡപ്പി അടയ്ക്കുന്നു. ഡപ്പി എടുത്ത് ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ 3 തവണ വാഗുകൊണ്ട് ജപിച്ചിട്ട് അമ്മയെ മനസ്സിലെ പ്രാർത്ഥിക്കാവുള്ളൂ. അമ്മേ മഹാലക്ഷ്മി എനിക്ക് സമ്പത്ത് നൽകണേ, അത് സന്തോഷത്തോടെ പറയണം. അമ്മേ മഹാലക്ഷ്മി എനിക്ക് സമ്പത്ത് നൽകണേ, എല്ലാം അമ്മയിൽ സമർപ്പിക്കുന്നു, മഹാലക്ഷ്മിയിൽ സമർപ്പിക്കുന്നു എന്ന് മനസ്സുകൊണ്ട് പറയുക. പ്രാർത്ഥിക്കുന്ന മനസ്സുകൊണ്ടാണ്, മന്ത്രം ചൊല്ലുന്ന ഭാഗമുണ്ടാണ്. എന്നിട്ട് അതവിടെ വെക്കുക. ഇത് അടുക്കളയാണെങ്കിൽ അടുക്കളയുടെ പടിഞ്ഞാറ് ദിക്കിലോ കിഴക്ക് ദിക്കിലോ വെക്കുന്നതല്ല. ഇനി ഏത് ഭാഗത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഒരു ഓഫീസ് ഉണ്ട്, അവിടെ വെക്കാം. പണം വെക്കുന്ന ഓഫീസൊക്കെ ആണെങ്കിൽ ഓഫീസ് കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്, അവിടെ വെക്കാം. നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകളുണ്ട്, പല പല ബിസിനസ്സുകൾ ചെയ്യുന്നവർ, അവർക്കൊക്കെ അവരുടെ ആ സ്ഥാപനത്തിൽ വെക്കാം. ചെറിയൊരു ഡപ്പി മതി, വലിയ ഡപ്പിയൊന്നും വേണ്ട. പിന്നെ ഇതെന്താന്നൊക്കെ ആരോടും പറയുമൊന്നും വേണ്ട. പറഞ്ഞാൽ മനസ്സിലായി. എല്ലാത്തിനും ഒരു രഹസ്യാത്മകത വേണം, എന്നാലേ ഫലം ഉണ്ടാകത്തുള്ളൂ. അല്ലെ എല്ലാവരും തുറന്ന പുസ്തകം പോലെ എല്ലാം വളവളവളാന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ട് നടക്കരുത്. ഒരു നമ്മൾ മനസ്സിനൊരു അടക്കം വേണം, എന്നാലേ ഇത് ഫലം ഉണ്ടാകത്തുള്ളൂ. അപ്പം ഇത് എവിടെ വേണേലും വെക്കാം, ശത്രുദോഷങ്ങൾ ബാധിക്കത്തില്ല. മഹാലക്ഷ്മിയും ഈ മഞ്ഞളും തമ്മിലൊരു ബന്ധമുണ്ട്. സമ്പത്ത് വരും, ഐശ്വര്യം വരും. ഈ മന്ത്രത്തിനൊരു പ്രത്യേകതയുണ്ട്. നിത്യേന ചെയ്യുക. ഇതിന് ശുദ്ധി അശുദ്ധി ഒന്നുമില്ല കേട്ടോ, നിത്യേന ചെയ്യുക. നിങ്ങൾ ചെയ്തു നോക്കുക, വിശ്വാസത്തോടെ ചെയ്യുക, നിങ്ങൾക്കത് ഗുണമുണ്ടാകും. കാരണം ഓട്ടോ ഓടിക്കുന്നവരുണ്ട്, അവർ വണ്ടിയെ വെക്കാം. വാഹനം കൊണ്ട് ജീവിക്കുന്നവരുണ്ട്, നമ്മുടെ വീഡിയോ കാണുന്ന വണ്ടികളുള്ള ധാരാളം ആളുകളുണ്ട്. അവർ വണ്ടിയെ വെക്കാൻ ചെറിയ ഡപ്പിക്കകത്ത് ഓട്ടോ ഒക്കെ കിട്ടും. പിന്നെ റെസ്റ്റോറൻ്റ് ഉള്ളവരുണ്ട്, ബ്യൂട്ടി പാർലർ നടത്തുന്നവരുണ്ട്, സ്വന്തമായിട്ട് ഹോസ്പിറ്റലിൽ നടത്തുന്നവരുണ്ട്, പിന്നെ എല്ലാ തരത്തിലുള്ള പ്രൊഫഷണൽസ് ഉണ്ട്. ഇപ്പം വക്കീലന്മാർ ഇഷ്ടംപോലെ കേസ് വരും, അവരുടെ വർക്ക് വരും, അത്രയേ ഉള്ളൂ. പിന്നെ ഡോക്ടർ ആണെങ്കിൽ ഇഷ്ടംപോലെ അവർക്ക് ക്ലയൻസ് പേഷ്യൻസ് വരും എന്ന് വേണ്ട. രാഷ്ട്രീയക്കാരാണെങ്കിൽ അവർക്കും അത് വശ്യമായിരിക്കും, നല്ല ഗുണമുണ്ടാകും. പിന്നെ സിനിമ കലാകാരന്മാർക്കൊക്കെ ആണെങ്കിൽ അവർക്ക് പുതിയ പ്രൊജക്റ്റുകൾ പുതിയ വർക്കുകൾ വരും. ഇങ്ങനെ ഐശ്വര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. രഹസ്യ വിദ്യയാണത്. സത്യം പറഞ്ഞ് ഇത് ആരും പറഞ്ഞു തരത്തില്ല. എനിക്ക് അതുകൊണ്ട് ലാഭം ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിൽ കൂടുതൽ പറഞ്ഞു തരാൻ പറ്റത്തില്ല. എനിക്ക് അതുകൊണ്ട് ഗുണമുണ്ടായി, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കൂടെ പറഞ്ഞു തരാത്തേക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ചില വിദ്യകളുണ്ട്. അതുപോലെ വേറൊരു വിദ്യ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ ഒരാളോട് ഒരു കാര്യം ചെന്ന് ചോദിച്ചു,
അവർ നിങ്ങളോട് പറഞ്ഞ് തരത്തില്ലെന്ന് പറഞ്ഞു, അല്ലെ ആ കാര്യം നടത്തി തരത്തില്ലെന്ന് പറഞ്ഞു. ഉടനെ നിങ്ങൾ ഷോ ഇങ്ങനെ മനസ്സ് വിഷമിച്ച് അത് വേണ്ടാന്ന് വെക്കുക അല്ല ചെയ്യേണ്ടത്. എന്ത് ചെയ്യണം? ഇത് ഞാൻ ചെയ്തിട്ടുള്ള കാര്യം അതുകൊണ്ടാണ് പറയുന്നത്. എന്തു ചെയ്യണം? നിങ്ങൾ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ അയാളോട് ചോദിച്ച കാര്യം എന്താണോ അത് രാവിലെ ഒരു 5:30 6 മണിക്കോ ഇടയ്ക്ക് എഴുന്നേക്കണം. അപ്പോൾ ഈ 5:30 6:30 ഇടയ്ക്ക് എഴുന്നേറ്റെന്ന് പറഞ്ഞാൽ ഇനി എപ്പോഴും വാട്സപ്പിൽ ഓരോ ചോദിച്ചുകൊണ്ടിരിക്കും, സാറേ ഞാൻ 4 മണിക്ക് എഴുന്നേക്കുന്ന കുഴപ്പമുണ്ടോ? 6:30 മുമ്പ് എപ്പം വേണേലും ചെയ്യാം കേട്ടോ. ഒരു 6 മണിക്കോ 6:30 മുമ്പേ ചെയ്യുവാണെന്ന്, ഒരു 6 മണിക്ക് മുമ്പ് ചെയ്യുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങൾ കൈയും കാലും മുഖം ഒന്ന് കഴുകിയിട്ട് നിങ്ങളുടെ സിറ്റൗട്ടി വല്ലതും വന്നിരുന്ന് സിറ്റൗട്ടി ഇരുന്നൊരു കസേരയിട്ട് പ്രകൃതിയെ നോക്കണം. നോക്കിയിട്ട് മനസ്സിൽ പറയുക, പ്രകൃതി എല്ലാത്തിനും നന്ദി, മഹത്വം എന്ന് മനസ്സിൽ പറയുക. എന്നിട്ട് നിങ്ങൾക്ക് ആഗ്രഹം, നിങ്ങൾ ഒരു വ്യക്തിയോട് ഒരു കാര്യം ചോദിച്ചെന്ന് വെച്ചു, അത് അവർക്ക് നിങ്ങൾക്ക് നടത്തി തന്നില്ലെന്ന് വിചാരിച്ചു, ആ ആഗ്രഹം പ്രകൃതിയോട് പറയുക. എന്നിട്ട് ഇത് പ്രകൃതിയെ സമർപ്പിക്കണമെന്ന് പറയുക. ആദ്യം പ്രകൃതിക്ക് നന്ദി പറയണം. എനിക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പ്രകൃതിയോട് പറയുക. പിന്നെ നിങ്ങളുടെ ആഗ്രഹം എന്താണോ, നിങ്ങൾ പറഞ്ഞിട്ട് ഒരാൾ നിരാകരിച്ച അല്ലെ നടക്കാത്ത ആഗ്രഹം എന്താണോ അത് പ്രകൃതിയിൽ സമർപ്പിക്കുന്നു എന്ന് പറയുക. നടത്തി തരണമെന്നും പറയരുത്, സമർപ്പിക്കുന്നു. അങ്ങനെ പറഞ്ഞ് മനസ്സിൽ പറഞ്ഞിട്ട് അല്പനേരം കണ്ണടച്ചിരിക്കുക, അല്ല കണ്ണ് തുറന്നാണെങ്കിലും ഇരിക്കാൻ കുഴപ്പമൊന്നുമില്ല. അതൊരു 1 മിനിറ്റ് പോലെ ഇരുന്നാൽ മതി. ഇത് നിത്യേന ചെയ്യുക. എന്നിട്ട് എപ്പോഴെങ്കിലും ആ വ്യക്തിയോട് എന്ന ആഗ്രഹം പറയുക, അവർ അനുകൂലമായിട്ട് പ്രതികരിക്കും. ചെയ്ത് നോക്കി. ഇതുപോലെ ഏത് കാര്യവും നിങ്ങൾക്ക് നേടിയെടുക്കുക. നിങ്ങൾക്കൊരു ഭൂമി വേണം, അല്ല ഒരു വീട് വേണം. നിങ്ങളിത് രാവിലെ എഴുന്നേറ്റ് ആദ്യം പ്രകൃതിയോട് നന്ദി പറയണം. എനിക്ക് ഉള്ളതെല്ലാത്തിനും, എനിക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാം സന്തോഷത്തോടെ, മനസ്സുകൊണ്ട് പറഞ്ഞാൽ മതി. പിന്നെ എനിക്ക് ഈ ഒരു ആഗ്രഹം ഞാൻ പ്രകൃതിയിൽ സമർപ്പിക്കുന്നു എന്ന് മാത്രം പറയുക. എനിക്ക് വേണമെന്ന് പറയുക, സമർപ്പിക്കുന്നു. ഇത് അല്പനേരം ഒരു ചിന്തയില്ലാതെ ഇങ്ങനെ ഇരിക്കുക, ആ പ്രകൃതിയെ നോക്കി, ചിന്തയൊന്നും കാണരുത്. 1 മിനിറ്റ് ഇരിക്കുക, നിത്യേന രാവിലെ ചെയ്യുക. എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ട്, പ്രകൃതി നമുക്ക് ആ വീട് സ്ഥലവും വാങ്ങാനുള്ള സാഹചര്യം ഒരുക്കും. അപ്പൊ അതെന്താ ഈ പ്രകൃതിയെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതുകൊണ്ടുള്ള രഹസ്യം? പ്രകൃതി എന്ന് വെച്ചാൽ ദേവി എന്നാണ്. നമ്മളുടെ ഹൈന്ദവ വിശ്വാസപ്രകാരം പ്രകൃതി ദേവിയാണ്, പരാശക്തിയാണ്, ആദിപരാശക്തിയാണ്. അമ്മ വിചാരിച്ചാൽ നടക്കാൻ പറ്റാത്ത ഒരു കാര്യം ഈ പ്രപഞ്ചത്തിലില്ല. പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രകൃതിയെ വിളിക്കാവുള്ളൂ. പ്രകൃതിയോടാണ് പ്രാർത്ഥിക്കുന്നത്, അങ്ങനെ പറയാവുള്ളൂ. അവിടെ വേറൊന്നും വേറൊരു പേരും പറയരുത്. പ്രകൃതിയെന്ന് മാത്രം വിളിച്ചാൽ മതി. മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക. ഏത് കാര്യവും നേടിയെടുക്കാൻ പറ്റും. ഇത് ലക്ഷങ്ങൾ കൊടുത്താലും ആരും പറഞ്ഞു തരാത്ത കാര്യമാണ്, കൃത്യമായ കാര്യമാണ്, അച്ചട്ടായ കാര്യമാണ്. ശരിയായിട്ട് ചെയ്യുക. എന്ത് നമുക്ക് ന്യായമായിട്ട് കിട്ടേണ്ടത്, നമുക്ക് ന്യായമായിട്ട് തന്നെ അർഹതയുള്ളത് നമുക്ക് കിട്ടേണ്ടത് ആ പ്രകൃതി അതിനുള്ള സാഹചര്യം ഉണ്ടാക്കും എന്നുള്ളതാണ്. ഇത് അത്ഭുതകരമായ കാര്യമാണ് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ ഞാനിങ്ങനെ സിമ്പിളായിട്ട് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ഇതൊക്കെ ചെറിയ കാര്യമാണ്. ചെറിയ കാര്യമൊന്നുമല്ല, ഇത് പെരിയ കളിയായത്. ഇത് വലിയ വലിയ കാര്യം. നിങ്ങൾ വിചാരിക്കരുത് ചെറിയ സംഭവമാണ്. അതാ ഞാൻ പറഞ്ഞു, ഇത് ഒരിക്കലും ഒരിടത്തുനിന്നും കിട്ടാത്ത രഹസ്യ വിദ്യയാണ്. ഇത് മനസ്സിലായാൽ രക്ഷപ്പെട്ടു, മനസ്സിലാകാത്തവർ പോട്ടെ, മനസ്സിലാകുന്നവൻ രക്ഷപ്പെട്ടു. അപ്പൊ ഇനിയും വേറൊരു കാര്യം പറഞ്ഞുതരാം. നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും കലഹങ്ങൾ ഉണ്ടാകുന്നു. ഇത് ഞാൻ ചെയ്തിട്ട് എനിക്ക് ഗുണമുണ്ടായ കാര്യമാണ്. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളെ പറയാറുള്ളൂ. ഒന്നും ഞാൻ പറഞ്ഞു കൊടുത്ത് ഫലമുണ്ടായി, അല്ലെ ഞാൻ ചെയ്ത് ഫലമുണ്ടായി, അങ്ങനെ അനുഭവത്തിൽ വന്ന കാര്യങ്ങളെ ഞാൻ വീഡിയോ പറയാറുള്ളൂ. അല്ലാതുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയാറില്ല. അപ്പം നമ്മുടെ വീട്ടിൽ ഒരു കലഹം ഉണ്ടാവും. അപ്പം നമ്മൾ പലപ്പോഴും സംഭവിക്കുന്ന കാര്യം എന്താണെന്നറിയോ? ഇപ്പം നമ്മളോട് ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ തിരിച്ച് ദേഷ്യപ്പെടും. അപ്പം വലിയ ബഹളമാകും. അപ്പം ഈ കാര്യം ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ബഹളം ഉണ്ടാകുന്നു. ഇപ്പം ഭാര്യയോട് ഭർത്താവ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു, ഓരോന്നൊക്കെ പറയുന്നു. നിങ്ങൾ അധികം സംസാരിക്കാതിരിക്കുക. നിങ്ങൾ മൗനത്തിൽ ഇരിക്കുക. എന്ന് വെച്ച് അത്യാവശ്യമാണ് എന്തെങ്കിലും പറയാം, പക്ഷെ കഴിവതും കൂടുതലും മൗനം പാലിക്കുക. അങ്ങോട്ട് വലിയ വഴക്കിന് പോകാതിരിക്കുക. അങ്ങോട്ട് അവർ പറയുന്ന പോലെ ഇങ്ങോട്ട് വഴക്കിന് വരാതിരിക്കുക. അവർ ഇങ്ങോട്ട് വഴക്കിന് വരുന്ന പോലെ അങ്ങോട്ട് വഴക്കിന് പോകാതിരിക്കുക. നിങ്ങൾ ആ പ്രകൃതി എല്ലാം അവിടത്തിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് മനസ്സിൽ ചിന്തിച്ച് നിങ്ങൾ മൗനം പാലിക്കുക. അങ്ങോട്ട് വഴക്കിന് പോകാതിരിക്കുക. ഇത് കുറെ കഴിയുമ്പം ഈ നിങ്ങൾക്കെതിരെ സംസാരിക്കുന്ന ആള്
അത് സംസാരം പതുക്കെ നിർത്തി അവർ കലഹം മാറി നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരും. ഇപ്പോൾ ഒരു ബോസും നമ്മുടെ ബോസ് ദേഷ്യപ്പെടുന്നു, നമ്മളൊന്നും പ്രതികരിക്കാൻ പോകണ്ട, മനസ്സിൽ പ്രകൃതിയെ ഇങ്ങനെ പ്രാർത്ഥിക്കുക, പ്രകൃതി ഞാനെല്ലാം അവിടുത്തെ സമർപ്പിക്കണം, എന്നിട്ട് സൈലൻ്റ് ആയിട്ട് ഇരിക്കുക. നമ്മൾ അവരോട് മുഖത്ത് ദേഷ്യം വേണ്ട, ഒന്നും വേണ്ട, ദേഷ്യവും വേണ്ട, അവരെ നമ്മൾ പുച്ഛിക്കുന്ന പോലെ ഒന്നും വരരുത്. ഒരു ചിന്തയില്ലാതെ നമ്മൾ ന്യൂട്രലായിട്ട് തന്നെ അവരെ നോക്കാതെ ഇരിക്കരുത്, അവരെ നോക്കി നമ്മുടെ ഭാഗത്ത് തെറ്റില്ല, അതുകൊണ്ട് നമ്മൾ മൗനമായിട്ടിരിക്കുക. കുറച്ച് കഴിയുമ്പോൾ ഇത് നമുക്ക് അനുകൂലമായിട്ട് വരും. പക്ഷെ ഇതൊരു ആ പ്രകൃതിയോടുള്ള നിങ്ങളുടെ ആ ഒരു വിശ്വാസം അതിൻ്റെ അകത്ത് വരണം, എങ്കിലേ വർക്കൗട്ട് ചെയ്യത്തുള്ളൂ. നിങ്ങൾക്കത് ഒരു പ്രകൃതി എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് വരണം. ഇത് സംഭവം ഞാൻ ചെയ്ത് എനിക്കത് പലപ്പോഴും ഫലപ്രദമായിട്ട് അത് ഗുണമായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, ഇത് നിങ്ങൾക്ക് ശരിയാന്ന് തോന്നുമെങ്കിൽ, അല്ലെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ശരിയായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക, ഇല്ല ചെയ്യേണ്ട, അത്രയേ ഉള്ളൂ. പറഞ്ഞാൽ മനസ്സിലായില്ലേ? നമ്മൾ വഴക്ക് പിടിക്കുന്നവരോട് അങ്ങോട്ട് കലഹിക്കുമ്പോഴാണ് വലിയ പ്രശ്നമുണ്ടാകും. നമ്മൾ സൈലൻ്റായിട്ട് നമ്മൾ ആ പ്രകൃതിയെ സങ്കല്പിച്ചു, പ്രകൃതിയെ നിന്നിലെല്ലാം സമർപ്പിക്കുന്നത് മനസ്സിൽ പറയുക. പറഞ്ഞ് നമ്മൾ അവരോട് അങ്ങോട്ട് വഴക്കിന് പോകാതിരിക്കുക, സൈലൻ്റായിട്ടിരിക്കുക. ഈ കുറച്ചു നേരം നമ്മളെ പ്രകോപിപ്പിക്കാൻ നോക്കും, അത് കഴിയുമ്പോൾ ഈ പ്രകൃതിയുടെ ഒരു ഇടപെടൽ ഉണ്ടായി കഴിയുമ്പോൾ അവർ ശാന്തമാകും, നമ്മളുമായിട്ട് നല്ല സ്നേഹത്തിൽ വരും എന്നുള്ളതാണ്. ഇതൊരു രഹസ്യവിദ്യയാണ്. ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക, അല്ലെ ചെയ്യേണ്ട, അത്രയേ ഉള്ളൂ. ഞാൻ എന്നാലാവുന്ന രീതി വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവോഹം. ഓം നർപ്പവി നർപ്പവി നർപ്പവി.